നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ കാണാൻ ആഗ്രഹമില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. അവനെ കാണാൻ പോകുന്നില്ലെന്നും കാണണമെന്ന് ആഗ്രഹമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അഫാന് സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ല. ബാധ്യത വരേണ്ട കാര്യമില്ല. സംസാരിച്ചതിൽ നിന്നും വീട്ടിലുള്ളവർക്കാണ് ബാധ്യത ഉള്ളതെന്നും അബ്ദുൾ റഹീം പറയുന്നു. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നെടുത്ത ഹൗസിംഗ് ലോണായിരുന്നു പ്രധാന ബാധ്യത ഉണ്ടായിരുന്നത്. 15 ലക്ഷം രൂപയുടെ ലോണാണ് എടുത്തിരുന്നത്. 20 വർഷം കാലാവധി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് 5 വർഷം കൊണ്ട് തന്നെ അടച്ചു തീർക്കാനാണ് ശ്രമിച്ചത്. അത് അടച്ചു തീർക്കാനായി പണം കൃത്യമായി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് മുഴുവനായി ഇവിടെയുള്ളവർ അടച്ചിരുന്നില്ല. കുറച്ച് പൈസ ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ പലിശ കൂടി വന്ന് വലിയ ബാധ്യതയായി മാറി. എനിക്കും ഒന്നും അറിയില്ലായിരുന്നു എന്ന് അബ്ദുൾ റഹിമാൻ പറഞ്ഞു. ആർഭാട ജീവിതം നയിക്കുന്നുവെന്ന് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. ആർഭാട ജീവിതം കാരണമാണ് കടം കയറിയതെന്ന് പറഞ്ഞ ലത്തീഫ് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും അഫാൻ. പിതൃ സഹോദരനെ തലക്കടിച്ച് കൊന്നതിൽ കുറ്റബോധമോ കൂസലോ ഇല്ലാതെയാണ് അഫാൻ തെളിവെടുപ്പിനിടെ തന്റെ കൊടും ക്രൂരതകൾ വിവരിച്ചത്. പിതാവിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ചുള്ളാളം SN പുരത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക പരമ്പരയിലെ 2ാം ഘട്ട തെളിവെടുപ്പാണ് കിളിമാനൂർ SHOB ജയന്റെ നേതൃത്വത്തിൽ നടന്നത്. താൻ 80,000 രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു. ഇതിനെ പറ്റിയും നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് കടം കയറിയതെന്ന് പലരോടും പറഞ്ഞിരുന്നു. പിതൃമാതാവ് തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ നിന്ന് ലത്തീഫ് വിലക്കിയതും വൈരാഗ്യത്തിന് കാരണമായി. 1ാം ഘട്ട തെളിവെടുപ്പ് പോലെ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് അഫാൻ ലത്തീഫിനെയും ഭാര്യ സാജിദ ബീവിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ രീതി പോലീസിനോട് വിവരിച്ചത്.